ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് 36 പറയുന്നത്, പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അവൻ പിശാച് അവനെ കൂട്ടാളിയായിരിക്കും. തീർച്ചയായും അവർ പിശാചുക്കൾ അവരെ നേർമാർഗത്തിൽ നിന്ന് തടയും. തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യും. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹു ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവില്ലാത്ത ആളാണെങ്കിൽ പോലും അവനക്ക് അള്ളാഹു അറിവ് കൊടുക്കും. എന്നിട്ട് എത്രത്തോളം അവൻ അതിനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ഒരു മനുഷ്യന്റെ തീരുമാനമാണ് ഇത് അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടേ എന്നുള്ളത്. അപ്പൊ ആ ഒരു വ്യക്തി അള്ളാഹിനെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവന് തെറ്റുകാരാവുക ചെയ്യുന്നത്. അള്ളാഹിന്റെ ദൃഷ്ടാന്തം വരുമ്പോൾ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാല് പിന്നെ അവനിലേക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കുമല്ലോ ഒന്നും. കാരണം അവന്റെ ഹൃദയം, കണ്ണും കാതും ചെവിയൊക്കെ അള്ളാഹു മുദ്ര ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും ആ സത്യം അംഗീകരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. മുന്നേ ചരിത്രത്തിലേക്ക് പോവാന്നുണ്ടെങ്കിൽ പിശാച് പറയുന്നുണ്ട്, നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ എല്ലാവരെയും ഞാൻ വഴി പിഴപ്പിക്കും. അള്ളാഹു പറയുന്നുണ്ട്, നീ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിനക്ക് ഒരിക്കലും അധികാരം ചെലുത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. നിഷേധിക്കുന്ന ആളുകളിലേക്ക് പിന്നെ എന്തായിരിക്കും? പിന്നെ അതിന്റെ ചതിയിൽ പെട്ടുപോയി അവര്. പിന്നീട് ഒരിക്കലും അവർക്ക് ആ സത്യം അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. പിശാചുക്കൾ അവരെ നേരായ മാർഗത്തിൽ നിന്ന് തടയും എന്ന് പറയുന്നുണ്ട്. അവർ വിചാരിക്കും എന്താ, ഞങ്ങൾ സന്മാർഗം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിന്റെ അടുക്കൽ അവരുടെ സ്ഥാനം വളരെ 0 ആയിരിക്കും. അവരെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായിട്ടും ഉണ്ടാവും. അവർ ചെയ്ത നന്മകളൊന്നും അള്ളാഹു പിന്നെ സ്വീകരിക്കുകയില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നപ്പോൾ തൻ്റെ കൂട്ടാളികളായ പിശാചിനോട് അവൻ പറയും, എനിക്കും നിനക്കും ഇടയിൽ ഉദയസ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പോൾ ആ കൂട്ടുകാരൻ എത്ര ചീത്ത. പിശാച് നമുക്ക് ഉപദ്രവേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരിക്കലും ഉപകാരം ചെയ്യിക്കുന്നില്ല. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുമ്പോൾ അത്രയോ ദൂരമുണ്ട്. അത്ര പോലും നീ എന്നിൽ നിന്ന് അകന്നു പോയിരുന്നെങ്കിൽ എന്ന് ആ ഒരു വ്യക്തി പറയണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം ഉപദ്രവം ചെയ്യുന്ന ഒരാളായിരിക്കും ഈ പിശാച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥ സത്യം അവർ പരലോകത്തിൽ വെച്ച് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഇത്രയും ദൂരം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇനി നിന്നെ നാം കൊണ്ടുപോകുന്ന പക്ഷം അവരുടെ നേരെ നാം ശിക്ഷാ നടപടി എടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അഥവാ നാം അവർക്ക് താക്കീത് നൽകിയത് നിനക്ക് നാം കാട്ടിത്തരികയാണെങ്കിലോ നാം അവരുടെ കാര്യത്തിൽ കഴിവുള്ളവൻ തന്നെയാവും. അള്ളാഹു പറയുന്നത് എന്താ, നിങ്ങൾക്ക് താക്കീത് നൽകിയ ശിക്ഷ നിങ്ങളിലേക്ക് വന്നെത്തും. അള്ളാഹു അതിന് കഴിവുള്ളവൻ തന്നെയാണെന്ന്. അള്ളാഹു നമ്മളെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണെന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ജീവിപ്പിക്കുന്ന സൃഷ്ടാവ് നമ്മോട് സംസാരിക്കും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം. ആകയാൽ നിനക്ക് ബോധനം നൽകപ്പെട്ടത് നീ മുറുകെ പിടിക്കുക, തീർച്ചയായും നീ നേരായ പാതയിലാകുന്നു.